നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. 22-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയാണ് നേരിടുന്നത്. പിന്നാലെ 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന തീപാറും പോരാട്ടങ്ങളാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. പല താരങ്ങൾക്കും ഇത്തവണത്തെ IPL വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ IPL-ൽ മിന്നിക്കേണ്ടതായുണ്ട് താരങ്ങൾക്ക്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനം നോട്ടമിട്ട് നിരവധി താരങ്ങളാണ് ഇത്തവണ ഇറങ്ങുന്നത്. നിലവിൽ T20-യിലെ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തുള്ളത് സഞ്ജു സാംസൺ ആണ്. ഓപ്പണറായി കളിക്കുന്ന സഞ്ജു 3 സെഞ്ചുറികൾ നേടുകയും ചെയ്തു. അടുത്ത വർഷം T20 ലോകകപ്പ് വരാനിരിക്കെ സഞ്ജു സാംസണ് സീറ്റ് ഉറപ്പ് പറയാൻ സാധിക്കില്ല. സഞ്ജു എന്തായാലും മിന്നിച്ചതോടെ ഋഷഭ് പന്ത് നിലവിൽ ഇന്ത്യയുടെ T20 ടീമിന് പുറത്താണ് ഉള്ളത്. ഇത്തവണത്തെ IPL-ലൂടെ ശക്തമായ തിരിച്ചുവരവാണ് ഋഷഭ് ലക്ഷ്യമിടുന്നത്. എന്തായാലും സഞ്ജുവിനെയും ഋഷഭിനെയും കാത്തിരിക്കുന്നത് IPL തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരു താരങ്ങൾക്കും നിർണായകമാണ് ഇത്തവണത്തെ IPL. രണ്ടുപേരിൽ ആരായിരിക്കും മികച്ചു നിൽക്കുന്നത്, അയാളായിരിക്കും ഇനി T20-യിൽ ഇന്ത്യയുടെ വിക്കറ്റ് കാക്കാൻ നിൽക്കുന്നത്. എന്തായാലും ഋഷഭ് സഞ്ജു സാംസണോട് മത്സരിക്കാൻ നിൽക്കേണ്ടതില്ല എന്നും ഇന്ത്യയുടെ T20 ടീമിൽ ഇടം നേടാനുള്ള വഴിയും നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുൻ ഇന്ത്യൻ ഓപ്പണറായ ആകാശ് ചോപ്ര. സഞ്ജു സാംസൺ ഓപ്പണർ റോളിലാണ് മിന്നിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ സീറ്റ് നോട്ടം വിട്ട് ഋഷഭ് ടോപ്പ് ഓർഡറിൽ കളിക്കേണ്ടതില്ല എന്നാണ് ആകാശ് ചോപ്ര നിർദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ T20 ടീമിലേക്ക് എത്താൻ ഋഷഭ് സഞ്ജുവിനോട് മത്സരിച്ചിട്ട് കാര്യമില്ല, പകരം മധ്യനിരയിൽ തിളങ്ങാൻ ശ്രമിക്കണം എന്നാണ് ആകാശ് ചോപ്ര പറയുന്നത്. ഋഷഭ് പന്ത് നേരത്തെ ഓപ്പണറായി കളിച്ചിട്ടുള്ള താരമാണ്. എന്നാൽ ഇപ്പോൾ ഓപ്പണർ റോളിലേക്ക് താരത്തെ ഇന്ത്യ പരിഗണിക്കാൻ സാധ്യതയില്ല എന്നതാണ് വസ്തുത. ഋഷഭ് പന്തിന് മുന്നിൽ വലിയ അവസരങ്ങളാണുള്ളത്. ഇപ്പോൾ ഋഷഭ് ഇന്ത്യയുടെ T20 ടീമിലെ നിർണായക ഘടകമല്ല എന്നതിനാലാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുന്നത് എന്നാണ് ചോപ്ര പറയുന്നത്. ഇത്രയും മികച്ച താരത്തിന് T20 ടീമിൽ ഇടമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് പല ആരാധകർക്കും ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണ് ഇത്. വരാൻ പോകുന്ന IPL നിർണായകമാണ്. ഈ സീസണിൽ സ്കോർ നേടി തന്റെ പ്രതിഭ കാട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കേട്ടും എവിടെ ബാറ്റ് ചെയ്യണം എന്നതാണ് വലിയ ചോദ്യമായിരിക്കുന്നത്. സഞ്ജു സാംസണുമായി മത്സരിക്കാൻ നിൽക്കണ്ട എന്നും ആകാശ് ചോപ്ര ഋഷഭിനോട് പറയുന്നുണ്ട്. ഋഷഭ് പന്ത് എത്രത്തോളം പ്രതിഭയുള്ളവനാണെന്ന് ഇനി തെളിയിക്കേണ്ടതില്ല. താരത്തിന്റെ മികവ് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. തല്ലി തകർക്കുന്ന ഋഷഭ് ഒറ്റയ്ക്ക് മത്സരബലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവനുമാണ്. എന്നാൽ ഋഷഭിനെ ഇന്ത്യ T20 ടീമിൽ നിന്ന് തഴയാനുള്ള കാരണം ഋഷഭിന്റെ മോശം ഷോട്ട് തിരഞ്ഞെടുപ്പും ഉത്തരവാദിത്ത കുറവും ഒക്കെ തന്നെയാണെന്ന് പറയാം. എന്ത് പിഴവ് പറ്റിയാലും ടീമിൽ തുടരുമെന്ന അമിത ആത്മവിശ്വാസം ഋഷഭിനുണ്ടായിരുന്നു. മത്സരത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ പലപ്പോഴും ഋഷഭ് തയ്യാറായിരുന്നില്ല. വലിയ സ്കോർ നേടാൻ തുടർച്ചയായി സാധിക്കാതെ വന്നതോടെ ഋഷഭിനെ മാറ്റി നിർത്താൻ പരിശീലകനായ ഗംഭീർ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ഇതോടെ സഞ്ജു സാംസൺ ഓപ്പണറായി എത്തുകയും ഋഷഭ് ബാക്കപ്പായി ഒതുങ്ങുകയും ചെയ്തു. സഞ്ജു ലഭിച്ച അവസരത്തെ നന്നായി മുതലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഋഷഭിന് കാര്യങ്ങൾ കടുപ്പമാണെന്ന് തന്നെ പറയാം. നിലവിൽ സഞ്ജു സാംസൺ പരിക്കിന്റെ പിടിയിലാണ്. കൈവിരലിന് പൊട്ടലേറ്റ സഞ്ജുവിന് ആദ്യ മത്സരം നഷ്ടമായേക്കുമെന്നാണ് സൂചന. സഞ്ജുവിന് കൂടുതൽ മത്സരം നഷ്ടമായാൽ ഋഷഭിന് ഇത് മുതലാക്കി മികവ് കാട്ടി കയ്യടി നേടിയെടുക്കാവുന്നതുമാണ്. എന്തായാലും ശക്തമായ പോരാട്ടമാണ് സഞ്ജുവിനും ഋഷഭിനും ഇടയിൽ ഉള്ളത്.